നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് നടന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ഡിസംബർ 2025 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ആകെ പരീക്ഷയുടെ സമയം 2 മണിക്കൂർ, കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ടായിരുന്നു. മാക്സിമം മാർക്ക് 60. പരീക്ഷയ്ക്ക് ഇപ്രാവശ്യത്തെ ചോദ്യങ്ങൾ സ്വല്പം കട്ടിയുള്ളത് തന്നെയായിരുന്നു. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ സെക്ഷനിൽ ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 3 സ്കോർ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് ആർ ബി ദ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് 1 1 2 2 3 3 1 3. ദെൻ ആർ ഈസ് ആൻസർ റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. മേക്ക് ദ റിലേഷൻ ആർ ഈക്വലൻസ് ബൈ ആഡിങ് മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയർ. ഇവിടെ ആഡ് ചെയ്യാവുന്നത് ഏറ്റവും കുറഞ്ഞത് 3 1 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ ആണ്. രണ്ടാമത്തെ ചോദ്യം, സൈൻ ഇൻവേഴ്സ് എക്സ് സച്ച് ദാറ്റ് ക്ലോസ് ഇന്റർവൽ -1 to 1 ടെൻസ് ടു എ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ അതർ ദാൻ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇതിന് 1 മാർക്കാണ്. ആൻസർ π/2, 3π/2. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്. ടാൻ ഇൻവേഴ്സ് കോസ് എക്സിനെ കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാം. താഴെ 1 മൈനസ് സൈൻ എക്സ് എന്നതിനെ കോസ് എക്സ് മൈനസ് സൈൻ x/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് കോസ് x/2 പ്ലസ് സൈൻ x/2, കാരണം ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ്. താഴെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിലും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇതായി. ഇവിടെ കോസ് x/2 കൊണ്ട് ഇതിനെല്ലാം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1 പ്ലസ് ടാൻ x/2 ബൈ 1 മൈനസ് ടാൻ x/2 എന്ന് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഈ കിടക്കുന്നത് ടാൻ π/4 പ്ലസ് x/2 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് വന്നുകൊണ്ട് ഈ ഭാഗം മാത്രം മതി. ആൻസർ π/4 പ്ലസ് x/2. മൂന്നാമത്തെ ചോദ്യം, എ ഇസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഈസ് എ സ്കെയിലാർ മെട്രിക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a പ്ലസ് 2b പ്ലസ് 3c പ്ലസ് d. ഇതിന് 1 മാർക്കാണ്. സ്കെയിലാർ മെട്രിക്സിന്റെ പ്രത്യേകത ഡയഗണൽ, അതായത് മെയിൻ ഡയഗണൽ എലിമെന്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. അതിന്റെ അർത്ഥം ബിയും സിയും 0. ഇവിടെ ബി ഡയഗണലിൽ വന്നുകൊണ്ട് ഇവിടെ 0 ആണ്. അപ്പോൾ ഈ എലിമെന്റ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് ഡിയും 0 ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതും 0. ഇതിന് 1 മാർക്ക്. അടുത്ത അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ എ തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് എന്നത് ഇത് കോളം ആയിട്ട് എഴുതി, അതായത് താഴോട്ട് എഴുതി. ഈ കോളം മെട്രിക്സിനെ റോ ആയിട്ട് എഴുതി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 2 - 4 - 6 1 - 2 - 3 4 - 8 - 2 -12. അടുത്ത ചോദ്യം മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനാണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. ഇതിന് 3 മാർക്ക്. 2x + 3y = 4, 4x + 5y = 6. 2 ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എക്സ് ബി എന്നിങ്ങനെ 3 മെട്രിക്സുകളാക്കി എഴുതുന്നു. എ എന്നത് കോയിഫിഷ്യന്റ് മെട്രിക്സ് ആണ്, 2 3 4 5. എക്സ് എന്നത് വേരിയബിൾ മെട്രിക്സ്, എക്സും വൈയും ആണ് വേരിയബിൾസ്. ബി എന്നത് കോൺസ്റ്റന്റ് മെട്രിക്സ്, 4ഉം 6ഉം. ഇതിനെ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇതാണ് ഇക്വേഷൻ. എ ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിന്റ്. അഡ്ജോയിന്റ് എളുപ്പത്തിൽ കാണാം. മെയിൻ ഡയഗണൽ തിരിച്ചിടുന്നു, ഓഫ് ഡയഗണൽ സൈൻ മാറ്റിയിടുമ്പോൾ 5 - 3 - 4 2 എന്ന് കിട്ടും. ഇതിന്റെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിറ്റർമിനന്റ് -2 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇതാണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ വില -1 വൈയുടെ വാല്യൂ 2 എന്നും കിട്ടും. അഞ്ചാമത്തെ ചോദ്യം, ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x മൈനസ് എക്സ് ഈസ്. ഇവിടെ ആൻസർ ഇസഡ് ആണ്, അതായത് ഇൻഡിജേഴ്സ്. Examine the continuity of the function f of x is equal to sin 2x by sin 3x, x not equal to 0, to x equal to 0. Continuous ആണെന്ന് പറഞ്ഞു. at x is equal to 0. ഇവിടെ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ലിമിറ്റ് x ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണുന്നു. അതിന് സൈൻ 2xന്റെ താഴെ 2x എന്ന് എഴുതി, ഇൻറ്റു 2x, അതുപോലെ 3x എന്ന് താഴെ ഇവിടെ എഴുതുന്നു, ഇൻറ്റു 3x. അതിനുശേഷം ഇത്രയും ഭാഗം 1 ആയിപ്പോയി, മിച്ചമുള്ളത് 2x by 3x. എക്സ് കട്ടാകുമ്പോൾ 2/3 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് തന്നത് എഫ് ഓഫ് 0 കൊടുക്കുമ്പോൾ 2 ആണ്. ഇത് രണ്ടും ഒരേ ആൻസർ അല്ലാത്തത് കൊണ്ട് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. 0യിൽ ഇത് കണ്ടിന്യൂസ് അല്ല. അടുത്ത ചോദ്യം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്നാണ്. ദ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് 72 cm² per second. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം വെൻ ദ എഡ്ജ് ഓഫ് ദി ക്യൂബ് ഈസ് 3 cm. ഇവിടെ തന്നിരിക്കുന്നത്
സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് തന്നു. അതായത് ഡി എ ബൈ ഡി ടി എന്നത് തന്നിട്ടുണ്ട് 72. ഡി എ ബൈ ഡി ടി 6a² കാണുമ്പോൾ 12a ഇൻറ്റു ഡി എ ബൈ ഡി ടി എന്ന് കിട്ടും. അപ്പോൾ ഡി എ ബൈ ഡി ടി 6/a എന്ന് കിട്ടും. അടുത്ത നമുക്ക് വേണ്ട വോളിയത്തിൻ്റെ റേറ്റ് ആണ്. അതും എഡ്ജ് 3 ആകുമ്പോൾ വോളിയത്തിൻ്റെ റേറ്റ്, വോളിയം എന്നത് a³ ആണ് ഇക്വേഷൻ. ഡി വി ബൈ ഡി ടി കാണുമ്പോൾ 3a² ഇൻറ്റു ഡി എ ബൈ ഡി ടി. ഈ 6/a ഇവിടെ ഇടുന്നു. അപ്പോൾ 18a എന്ന് കിട്ടും. a 3 ആകുമ്പോൾ 54 cm²/s ആണ് വോളിയത്തിൻ്റെ റേറ്റ്. രണ്ടാമത്തെ ചോദ്യം ഇൻ്റഗ്രേഷൻ എന്ന സെക്ഷനിൽ നിന്നാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ x² ഇൻറ്റു ടാൻ ഇൻവേഴ്സ് x³ ബൈ 1 + x⁻6 ഇൻറ്റു ഡി എക്സ്. ഇതിന് 1.5 മാർക്ക്. അതുപോലെ അടുത്തത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന ഭാഗത്ത് നിന്ന് ഇവിടെ എയുടെ വാല്യൂ കാണാനാണ്. അതിനും 1.5 മാർക്ക്. ആദ്യത്തെ ചോദ്യം ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്താണ്. x³ t എന്ന് കൊടുത്താൽ t is equal to x³. അപ്പോൾ dt by dx എന്നത് 3x² എന്ന് വരും. dt by 3 is equal to x² ഇൻറ്റു dx. ഈ കിടക്കുന്നത് താഴത്തെ ഡെറിവേറ്റീവ് ആണ് മേളിലുള്ളത്. അപ്പോൾ 1/3 u എന്ന് വിളിച്ചാൽ u²/2 എന്ന് കിട്ടും. അതായത് ടാൻ ഇൻവേഴ്സ് t the whole square by 2. ടിയുടെ സ്ഥാനത്ത് x³ എന്ന് കൊടുത്താൽ ആൻസർ 1/6 ടാൻ ഇൻവേഴ്സ് x³ the whole square plus c. അടുത്ത ചോദ്യത്തിൽ ഇൻ്റഗ്രൽ 0 to a 1/4 + x² ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു π/6. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന 1/a² + x² എന്ന ഫോമിലാണ്. അപ്പോൾ 1/a ടാൻ ഇൻവേഴ്സ് x/a എന്ന് വരും. അപ്പോൾ 1/2 ടാൻ ഇൻവേഴ്സ് x/2. എക്സിന് a എന്നുള്ള വില ഇവിടെ ഇട്ട് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് a/2 ഈസ് ഈക്വൽ ടു 2 ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കട്ട് ചെയ്ത് π/3. ടാൻ ഇൻവേഴ്സ് a/2 π/3 വന്നാൽ a/2 ഈസ് ഈക്വൽ ടു π/3 എന്ന് പറയുന്നത് ടാൻ്റെ വില √3ക്കാണ്. അപ്പോൾ a/2 ഈസ് ഈക്വൽ ടു √3, a ഈസ് ഈക്വൽ ടു 2√3 എന്ന് കിട്ടും ആൻസർ. വെക്ടർ 8i + aj ഓഫ് മാഗ്നിറ്റ്യൂഡ് 10 ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ 4i - 3j ഫൈൻഡ് ദ വാല്യൂ ഓഫ് a. അപ്പോൾ √64 + a² ആണ് 10. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവും. അപ്പോൾ a² + 64 100 എന്ന് വരും. a² ഇസ് ഈക്വൽ ടു 100 - 64 36. അവിടെ നിന്ന് എയുടെ വാല്യൂ 6 എന്ന് കിട്ടും. അടുത്ത 9ാമത്തെ ചോദ്യം. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 16 ഈച്ച് ക്യാരീസ് 4 സ്കോർ. 9 തൊട്ട് 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എഴുതണം, 4 മാർക്ക് വീതം. 9ാമത്തെ ചോദ്യത്തിൽ ദ ഫംഗ്ഷൻ f of x is equal to modulus x plus modulus of x plus 2 ഈസ്. ആൻസർ വരുന്നത് കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x is equal to 0 ആൻഡ് x is equal to -2. അടുത്തത് y⁻x is equal to x⁻y ഫൈൻഡ് dy by dx. ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ്. നമുക്ക് രണ്ട് സൈഡിലും ലോഗ് എടുക്കുമ്പോൾ x ഇൻറ്റു ലോഗ് y ഇസ് ഈക്വൽ ടു y ഇൻറ്റു ലോഗ് x. അടുത്തത് പ്രോഡക്റ്റ് റൂളാണ്. x ഇൻറ്റു ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y dy by dx പ്ലസ് ലോഗ് y ഇൻറ്റു എക്സിൻ്റെത് 1. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ y ഇൻറ്റു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy by dx. dy by dx ഒരു സൈഡിൽ കൊണ്ടിരുന്നു. അതിനുശേഷം dy by dx ഒറ്റയ്ക്ക് ആക്കുമ്പോൾ dy by dx ഇസ് ഈക്വൽ ടു y ഇൻറ്റു y മൈനസ് എക്സ് ലോഗ് y ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് y ലോഗ് എക്സ്. ഇതാണ് ആൻസർ. 10ാമത്തെ ചോദ്യം. f of x is equal to x minus 1 into e⁻x plus 1 is an increasing function, then which of the following is correct? x is greater than 0 ആണ് ഇവിടെ ശരി. Find the interval in which the function f of x is equal to sin x plus cos x 0 less than or equal to x less than or equal to 2π is increasing and decreasing. ഇതിന് 3 മാർക്ക്. ആദ്യം ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. ആദ്യം തന്ന ഫംഗ്ഷൻ എഴുതി അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു. സൈൻ എക്സിൻ്റെ കോസ് എക്സ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്. എന്നിട്ട് ഇത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ എക്സിന് നമുക്ക് വില കിട്ടുന്നു π/4 5π/4. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇൻ്റർവെൽസ് 0 to π/4, π/4 to 5π/4, 5π/4 to 2π. ഇനി ഡെറിവേറ്റീവിൽ ഈ വില ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ f' ഓഫ് π/6 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1 - √3/2. ഇത് ആൻസർ കിട്ടുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഫംഗ്ഷൻ ഡിക്രീസിങ് ഓൺ 0 to π/4 ആൻഡ് 5π/4 ഓൺ 0 to π/4 ആൻഡ് 5π/4 to 2π. അപ്പോൾ ഇത് ഡിക്രീസിങ് ആയതുകൊണ്ട് മിച്ചമുള്ളത് π/4 to 5π/4ൽ ഇത് ഇൻക്രീസിങ് ആണ്. അടുത്ത ചോദ്യം. ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദി കർവ് y² is equal to x² 16 - x². ഇതിന് 1 മാർക്കാണ്. അതായത് x² plus y² is equal to 16 എന്ന സർക്കിളാണിത്. അപ്പോൾ റേഡിയസ് 4 ഉള്ള ഒറിജിൻ സെൻറ്ററായ സർക്കിൾ.
Hence find the area bounded by the curve y square is equal to 16 minus x square in the third quadrant using integration. ഇത് ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്യുന്ന ഇങ്ങനെയാണ്. നമുക്ക് വേണ്ട സ്ഥലം ഇത്രയും -4 തൊട്ട് 0 വരെയാണ് ലിമിറ്റ്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -4 to 0 y ഇൻറ്റു ഡി എക്സ്. y എന്ന രീതിയിലോട്ട് ഈ ചോദ്യത്തെ മാറ്റുമ്പോൾ √4² - x² എന്ന് വരും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x/2 ഇൻറ്റു ഈ ചോദ്യം പ്ലസ് a²/2 അതായത് 4²/2 സൈൻ ഇൻവേഴ്സ് x/a. എയുടെ സ്ഥാനത്ത് ഇവിടെ 4 ആണ്. എന്നിട്ട് ഈ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 4π എന്നാണ്. 8π/2 അതായത് 4π. 13ാമത്തെ ചോദ്യം ഇവാലുവേറ്റ് 0 to a √x/√x plus √a minus x into dx. ഇതിന് 4 മാർക്കാണ്. i is equal to integral 0 to a. ഈ തന്ന ചോദ്യം അതുപോലെ എഴുതുന്നതിനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്തത് ഇവിടെ നമ്മൾ എക്സ് കിടക്കുന്നിടത്തെല്ലാം a മൈനസ് എക്സ് ഈ കിടക്കുന്ന പോലെ a മൈനസ് എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്ത് √a മൈനസ് എക്സ് ബൈ √a മൈനസ് എക്സ് പ്ലസ് √x ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2y is equal to integral 0 to a. ഈ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഉള്ളത് മാത്രം ആഡ് ചെയ്യുന്നു. താഴെ അതുപോലെ എഴുതി. ഒരേ കാര്യങ്ങളായതുകൊണ്ട് വെട്ടിപ്പോകുമ്പോൾ മിച്ചം 1 എന്ന് വരും. അപ്പോൾ 2y is equal to integral 0 to a 1 into dx. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്. ഇതിന് ലിമിറ്റ് a കൊടുത്തു കഴിഞ്ഞാൽ 2y is equal to a. അപ്പോൾ i is equal to a/2. ഇതാണ് ആൻസർ. 14ാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ ഓർഡർ എന്നത് 4 ആണ്. ഡിഗ്രി പക്ഷേ നോട്ട് ഡിഫൈൻഡ്. അടുത്തത് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഇൻ എ ബാങ്ക് പ്രിൻസിപ്പൽ ഇൻക്രീസ് കണ്ടിന്യൂസ്ലി അറ്റ് ദ റേറ്റ് ഓഫ് 5% per year. ഇൻ ഹൗ മെനി ഇയേഴ്സ് ₹1000 ഡബിൾ ഇറ്റ് സെൽഫ്. ഫൈൻഡ് യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന് 3 മാർക്ക്. dp/dt ആണ് 5% ഓഫ് p അതായത് 5/100 p. അതിനെ കട്ട് ചെയ്യുമ്പോൾ p/20 എന്ന് കിട്ടും. dp/dt p എന്നത് dt/100 20. അപ്പോൾ ലോഗ് p is equal to t/20 plus c. p is equal to e raised to t/20 plus c. p is equal to c into e raised to t/20. p എന്നത് 1000 ആണ്. t എന്നത് 0. അത് കൊടുത്തു കഴിയുമ്പോൾ c is equal to നമുക്ക് കിട്ടുന്ന p is equal to 1000 into e raised to t/20 is equal to 1000 into e raised to t/20. ഇത് സോൾവ് ചെയ്യുമ്പോൾ t is equal to 20 log 2 എന്ന് കിട്ടും ആൻസർ. 5ാമത്തെ ചോദ്യത്തിൽ a b c are 3 points having position vectors 2i plus 3j plus 4k, 7i plus 3j plus 5j plus 8k and minus 3i plus 7j plus 11k respectively. How far is a from b? എന്ന് വെച്ചാൽ എ ബിയുടെ ഡിസ്റ്റൻസ് കാണാനാണ്. ഈ 3 പോയിന്റ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. എ ബിയുടെ ഡിസ്റ്റൻസ് കാണുമ്പോൾ √45 എന്ന് കിട്ടും. മെഷർ ഓഫ് ആംഗിൾ സി എ ബി എന്ന ആംഗിൾ കാണാൻ ഈ 2 സൈഡും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ cos θ is equal to ab.ac by modulus ab into modulus ac. ആൻസർ കിട്ടുന്നത് θ is equal to cos inverse 11/45√2 എന്ന് കിട്ടും. അടുത്തത് പ്രൊജക്ഷൻ കാണാനാണ്. പ്രൊജക്ഷൻ കാണാൻ ac.ab by modulus ab ചെയ്താൽ മതി. അപ്പോൾ 11/√45 ആണ്. രണ്ടാമത്തെ ചോദ്യം 2 ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് പാരലൽ ആണ്. എ ആണ് ശരി. Find the vector equation of the line passing through 2 - 1 3 and equally inclined to the axis. അപ്പോൾ ഇവിടെ പോയിന്റ് വന്നിരിക്കുന്നത് 2 - 1 3. ഇവിടുത്തെ ആക്സിസിനെ ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ബി എന്നത് 1 0 0 ആണ്. അപ്പോൾ r is equal to a plus lambda b എന്നതാണ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ 2i minus j plus 3k plus lambda into i plus 0j plus 0k. അടുത്ത സെക്ഷനിൽ ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻസ് ഫ്രോം 17 to 20. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 സ്ക്വയർ. ഇൻ്റഗ്രേറ്റ് ദ ഫോളോവിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിന് 3 മാർക്ക്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണുന്നതിനും 3 മാർക്ക്. ഇൻ്റഗ്രൽ 5x plus 3 by √x² plus 4x plus 10. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഉള്ള ഇക്വേഷൻ. അപ്പോൾ 2x plus 4 എന്ന് വരും പ്ലസ് b. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇക്വേറ്റ് ചെയ്യുന്നു എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ 2a is equal to 5. അവിടുന്ന് a is equal to 5/2. കോൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്താൽ 3 is equal to 2a 4a plus b എന്ന് വരും. അപ്പോൾ b എന്നതിൻ്റെ വില നമുക്ക് കിട്ടുന്നത് -7. ഈ 2 വിലകളും ഇക്വേഷൻ 1 ഇടുന്നു. അപ്പോൾ 5x plus 3 is equal to 5/2 into 2x plus 4 minus 7.
ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ 5/2 ഇൻറ്റു ഈ കിടക്കുന്ന താഴത്തെ ഡെറിവേറ്റീവ് ആണ് മേളിൽ. അപ്പോൾ 5/2 ഇൻറ്റു 2 റൂട്ട് ഈ ഡിനോമിനേറ്റർ യെസ് 7 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഇത്രയും ഭാഗം ടൈപ്പ് 1 ആണ്. ഇവിടെ ആഡ് ചെയ്യുന്നത് 2 സ്ക്വയർ പ്ലസും മൈനസും ചെയ്യുമ്പോൾ ഇത് x+2 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 6 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ 5 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 മൈനസ് 7 ലോഗ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 പ്ലസ് സി ആണ് ആൻസർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 എന്ന് കൊടുക്കുന്നു ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇവിടെ ഒരു 2 എന്നത് വാല്യൂ കൊടുക്കുന്നു, താഴെയും കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 2x ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ താഴത്തെ ഡെറിവേറ്റീവ് മേളിൽ വന്നതുകൊണ്ട് 2 റൂട്ട് ഈ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് ആൻസർ. 18ാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ പ്ലസ് 2xy ഡി എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. രണ്ടാമത്തത് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഇതിൽ ആദ്യത്തെ ചോദ്യം ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന ഫോമിലോട്ട് ഇതിനെ മാറ്റി. എന്നിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുമ്പോൾ ഇ റൈസ് ടു പി ഡി എക്സ് എന്ന് കിട്ടും. പി എന്നത് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, താഴത്തെ ഡെറിവേറ്റീവ് മേളിൽ വന്നത് ലോഗ് ഈ ഡിനോമിനേറ്റർ. അപ്പോൾ ലോഗും ഇയും കൂടെ പോയി മിച്ചം 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് മാത്രം IF അതായത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. അടുത്ത ജനറൽ സൊല്യൂഷൻ ഇതിൻ്റെ കണ്ടുപിടിക്കാൻ y ഇൻറ്റു IF ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ Q ഇൻറ്റു IF എന്നാണ്. അപ്പോൾ y ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോട്ട് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. ആൻസർ കോട്ട് എക്സിൻ്റെത് ലോഗ് സൈൻ എക്സ്. അപ്പോൾ y ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് പ്ലസ് സി ആണ് ആൻസർ. 19ാമത്തെ ചോദ്യം ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. ഇത് രണ്ടും പാരലായിട്ട് വരും. അപ്പോൾ പൈ ആണ് ആൻസർ, അതായത് 180. Let a is equal to I minus j, b is equal to 3j minus k, c is equal to 7i minus k. Find the vector d which is perpendicular to both a and b. c dot d is equal to 1. ഇത്രയും കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് a112, b235, c155. ഇവിടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പൈ. രണ്ടാമത്തേതിൽ ആദ്യം എ ക്രോസ് ബി കാണുന്നു. എ ക്രോസ് ബി കണ്ടു കഴിയുമ്പോൾ i പ്ലസ് ജെ പ്ലസ് 3k എന്ന് കിട്ടും. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഡി ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഐ പ്ലസ് ജെ പ്ലസ് 3k. 7 മൈനസ് കെ അതായത് സി ഡോട്ട് ഡി 1. സി എന്നത് 7i മൈനസ് കെ ഡോട്ട് ഡി എന്ന വെക്ടർ ഇപ്പോൾ നമ്മൾ എഴുതി ലാംഡ ഇൻറ്റു ഐ പ്ലസ് ജെ പ്ലസ് 3k. ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് 1. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. ഈ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഐ പ്ലസ് ജെ പ്ലസ് 3k എന്ന് കിട്ടും. ഇതിൻ്റെ ഏരിയ കാണുമ്പോൾ എ ബിയും എ സിയും ആദ്യം കാണുന്നു. എ ബി കിട്ടുന്ന ഐ പ്ലസ് 2j പ്ലസ് 3k, എ സി 0i പ്ലസ് 4j പ്ലസ് 3k. ഏരിയ എന്നത് ഡിറ്റർമിനൻ്റ് എ ബി ക്രോസ് എ സി, അതായത് മോഡുലസ് ഓഫ്. അപ്പോൾ എ ബി ക്രോസ് എ സി കാണാൻ ഡിറ്റർമിനൻ്റ് IJK. എ ബി എന്നത് 1, 2, 3. എ സിയുടെ കോയിഫിഷ്യൻ്റ് വരുന്നത് 0, 4, 3. അപ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ -6i മൈനസ് 3j പ്ലസ് 4k എന്ന് കിട്ടും എ ബി ക്രോസ് എ സി. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഡിറ്റർമിനൻ്റ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി ആണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ ഹാഫ് ഓഫ് റൂട്ട് 6ൻ്റെ സ്ക്വയർ 36, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 61/2 എന്ന് കിട്ടും. ചോദ്യം ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് x പ്ലസ് 3/3, y മൈനസ് z/5, 1/5, z പ്ലസ് 3/4 ആൻഡ് x പ്ലസ് 1/1, y മൈനസ് 4/1 ഇസ് ഈക്വൽ ടു z മൈനസ് 5/2. ഇതിന് 2 മാർക്ക്. ആംഗിൾ കാണാൻ cos θ ഇസ് ഈക്വൽ ടു b1 ഡോട്ട് b2 ബൈ മോഡുലസ് b1 ഇൻറ്റു മോഡുലസ് b2. b1 എന്നത് ഈ ഡിനോമിനേറ്റർ ആണ് 3i പ്ലസ് 5j പ്ലസ് 4k ഡോട്ട് 1i പ്ലസ് 1j പ്ലസ് 2k ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 16/√300. ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ cos θ ഇസ് ഈക്വൽ ടു 8/5√3. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 8/5√3 ആണ് ആൻസർ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഷോർട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഷോർട്ട് ഡിസ്റ്റൻസ് കാണാൻ ഇത് A1, ഇത് B1, A2, B2. ഷോർട്ട് ഡിസ്റ്റൻസ് കാണാൻ A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. A2 മൈനസ് A1 ചെയ്യുമ്പോൾ I മൈനസ് 3j മൈനസ് 2k.
B1 ക്രോസ് B2 ചെയ്യുമ്പോൾ കിട്ടുന്നത് -3i + 0j + 3k. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ √18. A2 - A1 ഡോട്ട് B1 ക്രോസ് B2 ചെയ്യുമ്പോൾ -9 എന്ന് വരും. ഷോർട്ട് ഡിസ്റ്റൻസ് എന്നത് ഈ -9 എന്നതിനെ √18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് എടുത്താൽ പോസിറ്റീവായി 9/√18. ഇത് കട്ട് ചെയ്യുമ്പോൾ 3/√2 എന്ന് കിട്ടും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇന്ന് നടന്ന +2 സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.